$51 ഈ ഒറ്റ വീഡിയോയുടെയാണ് ഈ പറയുന്നത്. ഒരുപാട് വീഡിയോകളൊന്നും സെലക്ട് ചെയ്തിട്ടില്ല, ഈ ഒരൊറ്റ വീഡിയോയെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേങ്കിൽ എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അത്ര പിടി ഉണ്ടായിരിക്കത്തില്ല. കാരണം ഒരു യൂട്യൂബേഴ്സ് അവരുടെ ഏണിങ്സ് വെളിയിൽ പറയത്തില്ല. അവർക്ക് ഓരോ വീഡിയോകളിൽ നിന്ന് എടുത്ത വ്യൂവിനനുസരിച്ച് എത്ര പൈസ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യവും കറക്റ്റായിട്ട് പറയത്തില്ല. പച്ചരി മേടിക്കാനുണ്ട്, ബൈക്ക് മേടിക്കാനുണ്ട്, ഓട്ടോ മേടിക്കാനുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു റിവ്യൂല് മാത്രമേ സാധാരണ യൂട്യൂബേഴ്സ് അവരുടെ ഏണിങ്സുമായി ബന്ധപ്പെട്ട് നടത്താറുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ എത്ര ഏൺ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ആ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യൂട്യൂബിൽ നിന്ന് എത്രയും പൈസ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. കൂടുതൽ സമയം കളയാണ്ട് നമുക്ക് നേരെ ആ വീഡിയോയുടെ ഏണിങ്സ് എത്രയാണെന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കി അവിടെ ഒന്നും ഒരു വീഡിയോയുടെ അനലറ്റിക്സ് ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കി നിങ്ങളുടെ കാണാൻ സാധിക്കും എസ്റ്റിമേറ്റഡ് ഏണിങ്സ് വന്നിരിക്കുന്നത് $13. ഓക്കെ, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഈ 2 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ലാസ്റ്റ് 90 ഡേയ്സിൽ എനിക്ക് $13 വന്നിട്ടുണ്ട്. ഒട്ടും കുറഞ്ഞ എമൗണ്ട് അല്ല. $13 1500 അടുത്ത രൂപ എനിക്ക് തോന്നുന്നു ഈ $13 വരുമ്പം വരുന്നുണ്ട്. അപ്പോൾ അത് 2 വർഷം മുമ്പ് വർക്ക് ചെയ്ത പണിയുടെ പൈസ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് ഇതിൻ്റെ ലൈഫ് ടൈം ഏണിംഗ് എത്ര ഉണ്ടെന്നുള്ളത് കാണിക്കാം. അതിനായിട്ട് ഇവിടെ നമ്മൾ സിൻസ് അപ്ലോഡഡ് ലൈഫ് ടൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ലൈഫ് ടൈം ഏണിങ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കൊള്ളുക, $2581 ഈ ഒറ്റ വീഡിയോയുടെയാണ് ഈ പറയുന്നത്. ഒരുപാട് വീഡിയോകളൊന്നും സെലക്ട് ചെയ്തിട്ടില്ല, ഈ ഒരൊറ്റ വീഡിയോയെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ആ വീഡിയോയിൽ നിന്ന് എനിക്ക് $2581 വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2581 ഇൻറ്റു ഇപ്പം എനിക്ക് തോന്നുന്നത് 80 രൂപയുടെ അടുത്തൊരു ഡോളർ ഉണ്ടല്ലോ. അപ്പം 80 കൊടുത്തു. 2,06,480 രൂപ ഒറ്റ വീഡിയോയിൽ നിന്നുള്ള ഏണിങ്സ് ആണ്. അപ്പോൾ ഇതേപോലെ എൻ്റെ ചാനലിൽ ഇനിയും തപ്പി പറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ ഇങ്ങനത്തെ ഏണിങ്സ് കിട്ടിയ വീഡിയോകളുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള കാരണം എനിക്ക് ഇത്രയും പൈസ കിട്ടി എന്ന് അറിയിക്കാൻ വേണ്ടിയൊന്നുമല്ല. വീഡിയോ ചെയ്യുന്ന എല്ലാ ക്രിയേറ്റേഴ്സിനും ഈ രീതിയിലൊക്കെയാണ് ഏണിങ്സ് കിട്ടുന്നത്. പക്ഷേ എത്ര പേര് ഇത് വെളിയിൽ പറയുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ഞാനിത് കാണിച്ചതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെന്ന് കണ്ടാണ്. കാരണം ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഒരു പരിധി വരെ ഇട്ടതിന് ശേഷം ഇനി ചെയ്യുന്നില്ല, ഇതിനൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നവരുണ്ട്. ഈ ഒരു വലിയ വരുമാന മാർഗ്ഗത്തെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ അറിയാത്തവരിൽ നല്ലൊരു ശതമാനം ആളുകളും നല്ല കഴിവുള്ളവരാണ്. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാനും യൂട്യൂബിന് വേണ്ടി വർക്ക് ചെയ്യാനും യൂട്യൂബിൽ വീഡിയോ ഇടാനും ഒക്കെ നല്ലവണ്ണം കഴിവുള്ള ആളുകൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണാതെ വെറുതെ വിട്ടുകളയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇവിടെ ഒരു പൈസ പോലും അങ്ങോട്ട് മുടക്കേണ്ട കാര്യമില്ല, എല്ലാം ഇങ്ങോട്ട് കിട്ടത്തേ ഉള്ളൂ. അങ്ങോട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങോട്ടൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് യൂട്യൂബിൽ ആളുകളെ ഏത് രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ സാധിക്കും, ആളുകളെ എങ്ങനെയൊക്കെ പിടിച്ചിരുത്താൻ സാധിക്കും, അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇതേപോലെ ഓരോ വീഡിയോയിലും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യുന്നതിൻ്റെ മറ്റൊരു പ്രയോജനം എന്താണെന്ന് പറയാം. നമ്മൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാലും അതൊരു എവർഗ്രീൻ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ, ആ വീഡിയോ വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞാലും ആ വീഡിയോയിൽ നിന്ന് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ഈ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, ഇത് ഏകദേശം 2-3 വർഷം മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോയാണ്. അതിൽ ഇപ്പോഴും വ്യൂ വരുന്നുണ്ട്, ഇപ്പോഴും അതിൽ പൈസ ജനറേറ്റ് ആവുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതാണ് യൂട്യൂബിൻ്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു മാസം വീഡിയോ ഇട്ടില്ലെങ്കിലും നമുക്ക് ആ മാസത്തെ ഏണിങ്സ് കിട്ടും. മനസ്സിലായി? യൂട്യൂബ് ഏണിങ്സ് സ്റ്റോപ്പ് ആകില്ല. കാരണം നമ്മൾ ഓൾറെഡി കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിൽ നിന്നുള്ള പൈസ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, ഒന്നും നഷ്ടപ്പെടാനില്ല. വെറുതെ 1-2 വീഡിയോകളൊക്കെ യൂട്യൂബിൽ തമാശയ്ക്ക് വേണ്ടി, രസത്തിന് വേണ്ടി അപ്ലോഡ് ചെയ്ത് പിന്നെ അവരുടെ ജീവിതമാർഗ്ഗമായി യൂട്യൂബിലെ മാറ്റി ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു 10 വർഷമായി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടും. ഈ 10 വർഷം മുമ്പ് ഞാൻ ആദ്യം സാംസങ്ങിൻ്റെ S2 S3 അങ്ങനെ കണ്ടൊരു മോഡൽ ഫോൺ ഉണ്ടായിരുന്നല്ലോ, ഈ S സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ആ ഫോണിൽ കസ്റ്റം റോം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ആണ് ആദ്യം ഇട്ടത്. ഈ സൈനജൻ മോഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കസ്റ്റം റോം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും, പിന്നെ കളയും, പിന്നെ ഇൻസ്റ്റാൾ, ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. കാരണം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പലയിടത്തുനിന്ന് എടുക്കുന്ന ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കും. പഠിച്ചതിന് ശേഷം ഞാനിത് തന്നെ എൻ്റെ ഫോണിൽ ചെയ്യും. ഓരോ ദിവസം ഞാൻ ഓരോ
വേർഷൻ ആയിരിക്കും ആൻഡ്രോയിഡിൻ്റെ യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാനും അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പല രീതികളുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം യൂട്യൂബിൽ ചുമ്മാ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയിൽ കുറച്ച് ആളുകൾ വന്നു, അത് കണ്ടു. അപ്പം വീണ്ടും ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ ഒരു വീഡിയോയിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പം ഞാൻ ഈ മെയിൻ എൻ്റെ വരുമാന മാർഗ്ഗം യൂട്യൂബായിട്ട് മാറി. ഇതുപോലെ ആണ് തുടക്കത്തിൽ ഒന്നും ചിലപ്പോൾ കാണത്തില്ല, 1, 2, 10, 20 പേരൊക്കെ കാണത്തുള്ളൂ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബിൽ നിന്ന് പ്രയോജനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനൊക്കെ യൂട്യൂബിൽ 4, 5 അല്ലെ 10 വർഷം മുമ്പൊക്കെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോഴത്. ഇപ്പോൾ ഒരുപാട് സാധ്യതകൾ യൂട്യൂബിലുണ്ട്. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാനുള്ള വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കാനുള്ള സംഗതികൾ യൂട്യൂബിലുണ്ട്. പക്ഷേ അതിനെയൊക്കെ കണ്ടെത്തി പ്രോപ്പറായിട്ട് ഇതിനൊരു ബിസിനസ് മോഡലിൽ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രയോജനമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അവരെ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കണ്ട് മനസ്സിലാക്കി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നു ഓൺലൈൻ മണി മേക്കിങ്ങിൽ യൂട്യൂബിൻ്റെ അത്രയും കറക്റ്റായിട്ട് പൈസ തരുന്ന വേറെ ഒരു പ്ലാറ്റ്ഫോമും കാണത്തില്ല. മെറ്റയോ അല്ലെങ്കിൽ ഒന്നും കാണത്തില്ല. യൂട്യൂബ് ആ ഒരു കാര്യത്തിൽ വളരെ അക്യുറേറ്റ് ആയിട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ യൂട്യൂബിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ചുമ്മാ വന്ന് വീഡിയോ ഇട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. മനസ്സിലായി? യൂട്യൂബിൻ്റെ പോളിസീസും യൂട്യൂബുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കൊണ്ട് നമുക്ക് വീഡിയോകൾ ചെയ്യാനോ അതിൽ നിന്ന് ഏൺ ചെയ്യാനോ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഇതെല്ലാം മനസ്സിലാക്കാനും യൂട്യൂബിൽ വീഡിയോ ഇടാനും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഞാൻ ലൈക്ക് ടാർഗറ്റ് ഒന്നും ചെയ്യുന്നില്ല, എല്ലാവരും ലൈക്ക് ചെയ്തേക്കുക. ഇതേപോലെ ഉള്ള വീഡിയോകൾ ഇനിയും ആവശ്യമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഏർണിംഗ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അങ്ങനെയുള്ള വീഡിയോകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.